മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഇത്രയും വലിയ ബാങ്കിംഗ് സ്ഥാപനങ്ങളുടെ ഉടമകളായ നിങ്ങൾക്ക് നാണമില്ലേ ആ ക്യാബറ നർത്തകിയുടെ പുറകെ ഇങ്ങനെ നടക്കാൻ? അയ്യോ, അത് ക്യാബറ നർത്തകിയല്ല, ദലാൽ ഗ്രൂപ്പ് MD-യുടെ മകൾ. മൈ ഗോഡ്! എന്നിട്ട് ആ കുട്ടി എന്തിനാ ഷാപ്പിൽ ക്യാബറ നിർത്താടാൻ പോയത്? ഐ മീൻ, എന്തെങ്കിലും മെന്റൽ ഡിപ്രഷൻ, കുടുംബത്തോടുള്ള പ്രതികാരം, എക്സാമിനേഷൻ റിസൾട്ട് ഫിയർ, ലവ് ഫെയിലിയർ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റോപ്പ് ഇറ്റ്. അങ്ങനെയൊന്നുമില്ല. അവൾ എനിക്കൊരു SMS അയച്ചിരുന്നു. ഓ, SMS, സെൽഫോൺ മാനിയ. എന്തായിരുന്നു കണ്ടന്റ്? അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ നാട് വിടുന്നു എന്ന് മാത്രമായിരുന്നു അത്. ആരാ ബോയ് ഫ്രണ്ട്? എനിക്കറിയില്ല. പക്ഷേ എനിക്കും അറിയില്ല. വാ, ചോദിച്ചു നോക്കാം. കുട്ടി ഒരു ബോയ് ഫ്രണ്ടുമായി ഒളിച്ചോടുകയായിരുന്നല്ലേ? ടെൽ മീ ദ ട്രൂത്ത്. അതെ. ഈ ബോയ്സിലാരാ കുട്ടിയുടെ ബോയ് ഫ്രണ്ട്? പറയൂ. അതാ. അയ്യോ, ഞാനല്ല, എന്റെ ഫ്രണ്ട് ബാക്കില. തന്റെ ഫ്രണ്ട് ബാക്കിലും? ആ കുട്ടിയുടെ ഫ്രണ്ടാ എന്റെ ഫ്രണ്ട് ബാക്കില്. തന്റെ ഫ്രണ്ട് ബാക്ക് എല്ലായിടത്തും. ഇതാണ് ഫ്രണ്ട്. താനാണോ ആ കുട്ടിയുടെ ബോയ് ഫ്രണ്ട്? ആണെങ്കിൽ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. കുട്ടിക്ക് പ്രായപൂർത്തിയായതാണോ? വെരി ഗുഡ്. തനിക്ക് പ്രായപൂർത്തിയായതാണോ? 2 പ്രാവശ്യമായതാണ്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇനി ഒറ്റ വഴിയുള്ളൂ, സ്നേഹത്തിന്റെ വഴി. ദിൽ ചൽത്താ ഹൈ. പ്രായപൂത്രിയായ കമിതാക്കൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ ആർക്കും തടയാനാവില്ല. ഇവരെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കെ എന്നാണല്ലോ പഴമൊഴി. ഈ വിവാഹം ഞാൻ നടത്തി തരണോ? വേണ്ട, ഞങ്ങള് നടത്തി കൊടുത്തോളാം. ആദ്യം താൻ ശരിക്കും നടക്കാൻ പഠിക്കുക, എന്നിട്ട് നടത്തിക്ക്. കൺവട്ടത്തുനിന്ന് വിളിച്ചോണ്ട് പോ. കോൺ ബനെഹ കരോർപതി. കുഴപ്പമൊന്നുമില്ല, ഡ്രിപ്പ് കൊടുത്താൽ മതി, ശരിയായിക്കോളും. എങ്കിൽ കൊടുക്കണം, 1 2 കൊടുക്കണം. 280 rupees പേ ചെയ്യണം. ഓക്കേ. അയ്യോ, 280 rupees അല്ലേ? അതെ. ക്യാഷ് ഞാൻ പിന്നെ കൊണ്ടുവന്നാ മതിയോ? നോനോ, ക്യാഷ് പേ ചെയ്യാതെ ഡ്രിപ്പോ ഇഞ്ചക്ഷനോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഓക്കേ, ക്യാരി ഓൺ. 280 രൂപയല്ലേ? അതെ. ഓക്കേ. $280. ഓക്കെ ഡോക്ടർ, 300. ഓക്കെ. ബാലൻസ് തരാൻ ചേഞ്ച് ഉണ്ടാവില്ല. കുഴപ്പമില്ല, ബാക്കി കൂടെ ട്രിപ്പ് കൊടുക്കണം. അയാളുടെ പേരെന്താന്നാ പറഞ്ഞേ? പ്രവീൺ. നല്ല പേര്. വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? വീട്ടിലും അറിയിക്കാൻ പറ്റില്ല, പോലീസിലും അറിയിക്കാൻ പറ്റില്ല. അറിയിക്കേണ്ടതിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്തെങ്കിലും ഒന്ന് പറ കൊച്ചേ. എനിക്ക് വിശക്കുന്നു. ആരെ? എനിക്ക് വിശക്കുന്നു ഒന്ന്. ഹലോ സെബാസ്റ്റ്യ. ഓ, നിന്നെ ഇപ്പൊ മദ്രാസിലേക്കൊന്നും കാണാറില്ലല്ലോ. അതൊക്കെ ഞാൻ 2 കൊല്ലം മുമ്പേ വിട്ടില്ലേ. ഇപ്പൊ കല്യാണം കഴിഞ്ഞില്ലേ, നാട്ടിൽ തന്നെ കൂടാൻ. ശരിയെന്നാ. ഇടയ്ക്കൊക്കെ ഒരു മിസ് കോളെങ്കിലും അടിയടെ. ഓ ആ, ഓക്കെ. എവിടെ ചെന്നാലും കുറെ സുഹൃത്തുക്കളെ കാണും. ജീവിതത്തിൽ ആകെയുള്ള സമ്പാദ്യം അതാ.
സെബാസ്റ്റ്യൻ. ഏ? ആര്? ആ, ഹലോ. വാ. ഹലോ. മനസ്സിലായ? ആ, പിന്നെ ഇതാ എനിക്കറിയാം. വാ. അല്ല അല്ല എനിക്കറിയാം. ഞാൻ എപ്പോഴും പറയാറില്ല ഒരു സെബാസ്റ്റ്യൻ. അതെ, ഇവൻ എന്ത് സാധനം എന്നറിയാം. ഇരിക്കെ ഇവൻ പഠിച്ച കള്ളനാ. പിന്നെ ഇതെന്റെ വൈഫാണ് ആലിസ്. കണ്ടോ പഴയ കാര്യം ഞാൻ ഏതാണ്ട് കയറി പറയുന്നതായിരുന്നു. ഇവൻ ഭാര്യ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത്. നമുക്ക് ഫുഡ് നിങ്ങൾ ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ചോളാം. ഇനി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓർഡർ ചെയ്യും. കഴിച്ചോ. ഇതെന്ത് പറ്റി? വൈഫ് വെയിറ്റ് ആണ്. വെയിറ്റ് ഞാനും ഞങ്ങളും. കഴിച്ചോ. ബില്ല് ഞാൻ കൊടുക്കും. ഇത്രയും നേരം സംസാരിച്ചിട്ട് ഞാൻ ആരാണെന്ന് ഇവന് മനസ്സിലായിട്ടില്ല. എന്നെ തിരിച്ചറിയാൻ പാടില്ലാത്തൊരു സുഹൃത്ത് ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ ബില്ല് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല, നീ അങ്ങനെ പറയരുത്. എങ്കിൽ പറ, ഞാൻ ആരാന്ന് പറ. നീ ആളെ പറടാ. പറ. നീ സാബുല്ലേടാ? മനസ്സിലാക്കി കളഞ്ഞല്ലോ. പിന്നെ സാബു തന്നെയാ. അയ്യോ, ഒരു കാര്യം ചെയ്യ്, ബില്ല് മാത്രം ആക്കണ്ട, ടിപ്പ് നീ തന്നെ കൊടുത്തോ. ഇതാ. അയ്യോ, ഓക്കെ ശരി. അത് വേണ്ട, നീ തന്നെ കൊടുത്തു. ഇവനെ ഞങ്ങൾ രണ്ടുപേരോട് പണ്ട് ചായ കുടിക്കാൻ പോയപ്പോ ബില്ല് ഞാൻ കൊടുത്തിട്ട് ഒരാഴ്ച വേണ്ടിയില്ല. ബില്ല് സാബുവിന് കൊടുത്തു. പിടിച്ചേ. ഇനി വഴക്ക് വേണ്ടേ വേണ്ട. അല്ലേ? എന്നാലും നീ എന്നെ നിന്റെ കല്യാണത്തിന് വിളിച്ചില്ല. ആര് പറഞ്ഞു? കല്യാണത്തിന് ഞാൻ കാർഡ് അയച്ചല്ലോ. ആര് പറഞ്ഞു കാർഡ് അയച്ചെന്ന്? എനിക്ക് കിട്ടിയില്ലല്ലോ. മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. അളിയാ, നീ പിണങ്ങല്ലേ? ശരി, സാബ് പിണങ്ങുന്നില്ല. ഒരു കാര്യം ചെയ്യ്, കല്യാണത്തിന് ചെലവായിട്ട് ഈ ബില്ല് നീ തന്നെ കൊടുത്തോ. ഹാപ്പി ആയില്ലേ അളിയാ? മിസ്സോ, നീ ഹാപ്പി അല്ലേ? വരട്ടെ. ഓക്കെ, ബൈ. സാബു